എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ ചാനലിലേക്ക് വരുന്ന ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ടാവാം. PRSൻ്റെ പുതിയ വീഡിയോകൾ എല്ലാവരും കാണുന്നുണ്ടാവാം. അപ്പോൾ ഇന്ന് നമ്മൾ പുതുതായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വരുന്നത് നിങ്ങളെപ്പറ്റി നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുവരുന്ന ടോപ്പിക്ക് പാർക്കിൻസൺസ് എന്ന് പറയുന്ന ഡിസീസിനെ പറ്റിയാണ്. ആ രോഗത്തെ പറ്റിയാണ്. അപ്പം നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് കുറേ പേർക്ക് ഉണ്ടാകുന്ന ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ് പാർക്കിൻസൺസ്. കുറേ പേർക്ക് ഈ പാർക്കിൻസൺസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വ്യക്തമായ ധാരണയില്ല. എല്ലാവരും വിചാരിക്കുന്നത് നമ്മളൊരു മൂവ്മെൻറ്റ് ചെയ്യുമ്പോഴോ നമ്മളെന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോഴോ കുറച്ച് കൈക്ക് ചെറിയ വിറകിലുണ്ട് എന്ന് പറഞ്ഞാണ് എല്ലാവരും വരാറ്. ഇപ്പം ഒരു ന്യൂറോളജിസ്റ്റിനെ കാണാൻ പോകുമ്പോൾ അവരെ വിറ മാറാനുള്ള സിംറ്റമാറ്റിക് ആ ഒരു പ്രശ്നത്തിന് പരിഹരിക്കാനുള്ള ഒരു ഗുളിക അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് അത് മോസ്റ്റ് ഓഫ് ടൈം അത് സബ്സിഡി ചെയ്യാറാണ് പതിവ്. പക്ഷേ എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു, ഇതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് എങ്ങനെയാണ്, ഈ രോഗം മാറുമോ ഇല്ലയോ എന്നതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സമയം കളയാണ്ട് നമുക്കതിനെപ്പറ്റി നമുക്ക് കിടക്കാം. മെയിനായിട്ട് പാർക്കിൻസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്ന ബേസൽ ഗാംഗ്ലിയ എന്ന് പറഞ്ഞൊരു ഓർഗനിലുണ്ടാകുന്ന ഒരു ഡോപ്പമിൻ എന്ന് പറഞ്ഞൊരു പിഗ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്നൊരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ് പാർക്കിൻസൺസ്. അപ്പോൾ നമുക്കിപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർക്കിൻസൺസിന് നമുക്ക് ഒരു കണ്ടിന്യൂസ് ഒരു അസുഖമാണ്. ഇങ്ങനെ ഈ ഒരു രോഗം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോപ്പ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഇറ്റ്സ് പ്രോഗ്രസിങ് കണ്ടീഷൻ. അതങ്ങനെ പൊക്കോണ്ടേയിരിക്കും. നമുക്കിതിലിപ്പം ഒരു പ്രതിവിധി ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻസും ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പി പ്ലാൻ കൊണ്ട് നമുക്കിത് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ എല്ലാ ഫിസിയോതെറാപ്പി ടെക്നിക്സും ഇതിന് ഫലപ്രദമാകുമോ ഇല്ലയോ എന്നാണ് അടുത്ത ചോദ്യം. ഇല്ല, ഒരു സ്പെഷ്യലൈസ്ഡ് ആയ ഒരു ന്യൂറോ ഫിസിക്കൽ തെറാപ്പി സെൻറ്ററിലോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിന് മാത്രമേ ഇതിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ചുള്ള പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു പാർക്കിൻസൺസ് ആണ് അല്ലെങ്കിൽ ഇത് പാർക്കിൻസൺസ് ആകാനുള്ള ചാൻസ് ഉണ്ട്, ഇതാർക്കൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അതൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ആൾക്കാർക്ക് സംശയം ഉണ്ടാകും. ഫസ്റ്റ് നമുക്ക് മനസ്സിലാവുന്ന നമ്മുടെ ഒരു സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ വിറയിലുണ്ടാകും കയ്യിൽ. നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് വിറയിൽ ഭയങ്കര കൂടുതലായിട്ട് തോന്നും, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കും നമ്മുടെ കൈ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും. കൂടുതൽ നമ്മുടെ വിറ ഇതേപോലെ ആയിരിക്കും. നമ്മൾ കയ്യിലൊരു പഞ്ഞി തന്നാലോ ഒരു പേപ്പർ ബോൾ തന്നാലോ ബോൾ ഇങ്ങനെ നമ്മൾ റോൾ ചെയ്യുന്ന പോലെ നമുക്ക് ഇങ്ങനെ വിറയിൽ വന്നുകൊണ്ടിരിക്കും. അതാണ് ഫസ്റ്റ് ഒരു സിംറ്റമായിട്ട് വരുന്നത്. രണ്ടാം സിംറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മൂവ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ജസ്റ്റ് ഇമാജിൻ നമ്മൾ നടക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. നമുക്ക് സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ സ്ട്രക്കായി നിൽക്കും. നമുക്ക് എടുത്ത് വെക്കാൻ കഴിയില്ല. ഒരു സ്ലോനെസ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു സൈൻ പോലെ നമുക്ക് വരുന്നത്. പിന്നെ ശരീരം ഫുൾ ടൈറ്റ് ആകുന്ന പോലെ നമുക്ക് തോന്നും. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം ഇതൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് സിംറ്റംസ് ആയിട്ട് ഒരുപാട് ആൾക്കാർക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല നമ്മൾ കണ്ടുവരുന്ന സിംറ്റംസ്. അപ്പോൾ നമ്മൾ ഈ സിംറ്റംസിന് വേണ്ടി ഫസ്റ്റ് നമ്മൾ ആരെ കോൺടാക്ട് ചെയ്യണം, നമ്മൾ ആരെയാണ് ആദ്യം കൊണ്ടുപോയി ഇത് കാണിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു സിംറ്റംസ് ഇതേപോലെ ഒരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ന്യൂറോളജിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കണം. ഒരു നോർമൽ ഡോക്ടറിന് ഒരു പക്ഷേ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ന്യൂറോളജിസ്റ്റിനെ കൊണ്ട് കാണിക്കുമ്പോൾ അവൾ നമ്മുടെ സിംറ്റംസൊക്കെ നോക്കിയിട്ട് അവർ പറയും നമ്മുടെ അടുത്ത്. കൂടുതലും ക്ലിനിക്കൽ സിംറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യം നോട്ടീസ് ചെയ്യുന്നത്. അപ്പം ഇതിന് നമ്മൾ യൂഷ്വലായിട്ട് നമ്മളിതിനെ എങ്ങനെ പരിഹരിക്കാം, എങ്ങനെ നമുക്കിത് ലൈഫ് സ്റ്റൈൽ ഡിസീസിലൂടെ നമുക്കിതിനെ കണ്ടിട്ട് നമുക്കിതിനെ എങ്ങനെ നമ്മുടെ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാമെന്നാണ് നമ്മുടെ അടുത്ത് ചിന്തിക്കേണ്ടത്. അപ്പം ന്യൂറോളജിസ്റ്റിനെ കാണുക, പുള്ളിക്കാരൻ നമുക്കൊരു ഗുളിക പ്രിസ്ക്രൈബ് ചെയ്യും. കൂടുതലായിട്ട് വരുന്നത് സിൻഡോപ്പ എന്ന് പറഞ്ഞ ഗുളികയാണ്. അപ്പോൾ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം. ഡോസ് നമ്മുടെ സിംറ്റംസിന് അനുസരിച്ച് അത് അവർ പ്ലാൻ ചെയ്യും. രണ്ടാമത്തെ കാര്യം ഫിസിക്കൽ തെറാപ്പിയാണ്. അപ്പം ഒരു സ്പെഷ്യലൈസ്ഡ് ആയ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു ന്യൂറോ ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണുമ്പോൾ അവരത് പ്ലാൻ ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എപ്പോഴൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചെയ്യും. അതാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു കാര്യം. നമ്മൾ ഇത്രയും ചെയ്തിട്ട് നമുക്ക് ഈ സിംറ്റംസൊക്കെ നമ്മുടെ പരിധി വിട്ടു പോവുകയാണ്, നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സർജിക്കലായിട്ടുള്ള 2 ഇൻ്റർവെൻഷൻസ് ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ നമുക്ക് DBS എന്ന സംഭവം, ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ, അങ്ങനെ ഒരു ടെക്നിക്ക് സർജറി ചെയ്ത് നമുക്ക് വെക്കാം. അങ്ങനെ ഒരു ചിപ്പ് ഹോൾസാണ് നമുക്ക് ബ്രെയിനുള്ളിൽ വെക്കാൻ കഴിയും. അതിപ്പോഴത്തെ ഒരു പുതിയ അഡ്വാൻസ്ഡ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പാരഡക്ടമി, പാരഡക്ടമി, അങ്ങനെ ഒരുപാട് പുതിയ സർജിക്കൽ ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതേപോലെ നോളജ് പരമായ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട് ചാനൽസ്.